എൻ്റെ അന്തരാത്മാവിലേക്ക് ഒഴുകിയിറങ്ങിയ ദൈവകരുണ. 19th ഓഗസ്റ്റ് 1937. ഇന്ന് ആരാധനയുടെ സമയത്ത് സ്നേഹത്തിൻ്റെ പ്രവൃത്തികളാൽ ഒരാത്മാവ് എത്രമാത്രം സമുന്നതയായിരിക്കണം എന്നൊരു അവബോധം ഈശോ എനിക്ക് നൽകി. അനേകം ആത്മാക്കൾ ഞങ്ങൾക്ക് ദൈവത്തെ തരിക എന്ന് പറഞ്ഞ് നമ്മളോട് കരഞ്ഞപേക്ഷിക്കുന്നതായി അരൂപിയിൽ ഞാൻ ദർശിച്ചു. അപ്പസ്തോലന്മാരുടെ രക്തം തീഷ്ണത എന്നിൽ ജ്വലിച്ചുയർന്നു. ഞാൻ ഇക്കാര്യത്തിൽ ലുപ്തയാകുകയില്ല. എൻ്റെ അവസാനത്തെ തുള്ളി രക്തം വരെ അമർത്യരായ ആത്മാക്കളുടെ രക്ഷയ്ക്കായി ഞാൻ ചിന്തും. ശാരീരികമായ രക്തസാക്ഷിത്വം ഈശോ എന്നിൽ നിന്ന് ആവശ്യപ്പെടുന്നില്ലായിരിക്കാം. എന്നാൽ അല്പം പോലും അതിൻ്റെ മൂല്യം കുറയാതെ അരൂപിയിൽ ഇത് സാധ്യമാണ്. ചില കാര്യങ്ങൾക്ക് ഞാൻ അനുവാദം ചോദിക്കേണ്ടതില്ലെന്നും പരിശുദ്ധ ദൈവമാതാവ് എനിക്ക് വേണ്ടി അക്കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനോട് സഹകരിച്ചാൽ മാത്രം മതിയെന്നും ഞാൻ മനസ്സിലാക്കി. തൽക്കാലത്തേക്ക് കൂടുതൽ വിശദീകരണങ്ങൾ ആവശ്യമില്ല. സമാധാനം എൻ്റെ ഉള്ളിൽ വീണ്ടും നിറഞ്ഞു. ആത്മശോധന ചെയ്യുവാനായി പോകുന്ന വഴിയാണ് ഈ പ്രചോദനം എനിക്ക് ലഭിച്ചത്. എങ്ങനെ മുമ്പോട്ട് പോകണമെന്നറിയാതെ ഞാൻ വളരെയധികം അസ്വസ്ഥയായിരുന്നു. ഞാൻ അനേക ദിവസങ്ങൾ കഷ്ടപ്പെട്ട് ചെയ്യുന്നതിൽ കൂടുതൽ കാര്യങ്ങൾ ദൈവിക പ്രകാശത്തിന് ഒരു നിമിഷം കൊണ്ട് ചെയ്യുവാൻ കഴിയും. ഓഗസ്റ്റ് 22. ഇന്ന് പ്രഭാതത്തിൽ കന്യകയായ വിശുദ്ധ ബാർബര എന്നെ സന്ദർശിച്ച് 9 ദിവസത്തെ ദിവ്യകാരുണ്യ സ്വീകരണം ഈ രാജ്യത്തിനു വേണ്ടി കാഴ്ചവെച്ച് ദൈവകോപം ശമിപ്പിക്കണമെന്ന് എന്നോട് ആവശ്യപ്പെട്ടു. ഈ കന്യക ഖചിതമായ കിരീടം ധരിച്ചിരുന്നു. കയ്യിൽ ഒരു ഖഡ്ഗവും പിടിച്ചിരുന്നു. കിരീടത്തിൻ്റെയും ഖഡ്ഗത്തിൻ്റെയും പ്രഭ ഒന്ന് തന്നെയായിരുന്നു. ധവള വസ്ത്രവും ഊർന്നു കിടക്കുന്ന തലമുടിയുമെല്ലാമായപ്പോൾ അവൾ വളരെ മനോഹരിയായി കാണപ്പെട്ടു. പരിശുദ്ധ കന്യകാമറിയത്തെ ഞാൻ അറിയുകയില്ലായിരുന്നുവെങ്കിൽ പരിശുദ്ധ അമ്മയാണിതെന്ന് ഞാൻ കരുതുമായിരുന്നു. ഓരോ കന്യകയ്ക്കും അവളുടെ സ്വന്തമായ സൗന്ദര്യമുണ്ടെന്ന് ഞാനിപ്പോൾ ഗ്രഹിച്ചു. തനതായ ഒരു സൗന്ദര്യത്തിൻ്റെ പ്രഭ അവരിൽ നിന്ന് പ്രസരിച്ചിരുന്നു. ആഗസ്റ്റ് 25, 1937. ഇന്ന് റവറൻഡ് ഫാദർ സൊപ്പോച്കോ ഇവിടെ വരും. 31-ാം തീയതി വരെ ഞങ്ങളോടൊപ്പം താമസിക്കും. ഞാൻ അതീവ സന്തുഷ്ടയായി. കാരണം ദൈവം അദ്ദേഹത്തിലൂടെ നിർവഹിക്കുന്ന കാര്യങ്ങൾക്കായി ഞാൻ അദ്ദേഹത്തെ ഒന്ന് സന്ദർശിക്കുവാൻ എത്രമാത്രം ആഗ്രഹിച്ചിരുന്നുവെന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ. ഈ സന്ദർശനത്തിന് ചില അനിഷ്ട കാര്യങ്ങൾ കൂടി ഉണ്ടെങ്കിലും ഞാൻ സന്തോഷിച്ചു. അദ്ദേഹം ദിവ്യബലി അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിശുദ്ധ കുർബാന ഉയർത്തുന്ന സമയത്ത് ക്രൂശിതനായ ഈശോയെ ഞാൻ ദർശിച്ചു. ഈശോ തൻ്റെ വലത്ത് കരം കുരിശിൽ നിന്ന് വേർപെടുത്തി ആ മുറിവിൽ നിന്ന് പ്രസരിച്ച ദിവ്യപ്രകാശം ഫാദർ സൊപ്പോച്കോയുടെ കരങ്ങളിൽ വന്ന് സ്പർശിച്ചു. 3 കുർബാനയിലും ഇത് ആവർത്തിച്ചു. എതിർപ്പുകളുടെയും ബുദ്ധിമുട്ടുകളുടെയും നടുവിൽ ഈ ദൗത്യം മുൻപോട്ട് കൊണ്ടുപോകുവാൻ അദ്ദേഹത്തിന് ശക്തി നൽകുമെന്ന് എനിക്ക് മനസ്സിലായി. ദൈവത്തിന് സംപ്രീതനായ ഈ ആത്മാവ് നിരവധിയായ സഹനങ്ങളാൽ ക്രൂശിതനാണ്. പക്ഷേ എനിക്കതിൽ ഒട്ടും ആശ്ചര്യമില്ല. കാരണം ദൈവം പ്രത്യേകമായ വിധം സ്നേഹിക്കുന്ന ആത്മാക്കളോട് അവിടുന്ന് ഇങ്ങനെയാണ് വർത്തിക്കുന്നത്. ഇന്ന് 29-ാം തീയതി റവറൻഡ് ഫാദർ സൊപ്പോച്കോയുമായി ദീർഘസമയം സംസാരിക്കുവാൻ എനിക്ക് അനുവാദം ലഭിച്ചു. തടസ്സങ്ങൾ ധാരാളമുണ്ടെങ്കിലും കാര്യങ്ങൾ വളരെയധികം പുരോഗമിക്കുന്നതായി ഞാൻ കണ്ടു. ദൈവകരുണയുടെ തിരുനാൾ ഇപ്പോൾ തന്നെ വളരെയധികം പ്രചരിച്ചിരിക്കുന്നു. താമസം വിന അത് യാഥാർത്ഥ്യമാകും. ചില പ്രത്യേക തടസ്സങ്ങൾ മാറിപ്പോകുന്നതിനായി വളരെയധികം പ്രാർത്ഥന ആവശ്യമുണ്ട്. സഹോദരിയെ സംബന്ധിച്ച് ദൈവ തിരുമനസ്സിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വിശുദ്ധമായ നിഷ്പക്ഷത പാലിക്കുന്ന അവസ്ഥ വളരെ നല്ലതാണ്. ഈ സന്തുലനാവസ്ഥ തുടർന്നുകൊണ്ട് പോകുന്നതാണ് നല്ലത്. ഈ സമചിത്തത പാലിക്കുവാനായി കഴിവിൻ്റെ പരമാവധി പരിശ്രമിക്കുക. ഇപ്പോൾ ഇക്കാര്യങ്ങളെ സംബന്ധിച്ച് എല്ലാ ആവശ്യങ്ങളിലും ഫാദർ ആൻഡ്രാഷിനെ ആശ്രയിക്കുക. എനിക്ക് അദ്ദേഹത്തിൽ നല്ല വിശ്വാസമാണ്. സഹോദരി ഒരു കാര്യത്തിലും സ്വന്തമായി തീരുമാനമെടുത്ത് ഒന്നും ചെയ്യരുത്. എല്ലാ കാര്യത്തിലും നിന്റെ ആത്മീയ പിതാവിൻ്റെ ഉപദേശം സ്വീകരിക്കുക. എല്ലാ കാര്യങ്ങളിലും സമചിത്തത പാലിക്കണമെന്ന് ഞാൻ യാചിക്കുന്നു. അങ്ങനെ സാധിക്കുന്നിടത്തോളം ശാന്തമായി മുന്നേറുക. ഒരു കാര്യം കൂടി, ദൈവകരുണയുടെ ചിത്രത്തിന് പുറകിൽ ദൈവകരുണയുടെ ജപമാലയും ലുത്തിനിയ പോലുള്ള പ്രാർത്ഥനയും അച്ചടിച്ച് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. കുറച്ചുകൂടി വലിപ്പമുള്ള ഒരു ചിത്രം ദൈവകരുണയുടെ നൊവേന അച്ചടിച്ച ഏതാനും പേജുകളോട് കൂടിയും തയ്യാറാക്കിയിട്ടുണ്ട്. ഇതിനെല്ലാം അംഗീകാരം ലഭിക്കാനായി സഹോദരി തീക്ഷ്ണമായി പ്രാർത്ഥിക്കുക.